അതൊക്കെ നിസ്സാരമായി കാണരുത്. നമുക്ക് നല്ല ആരോഗ്യമുണ്ടാവാൻ, അമലുകൾ ചെയ്യുമ്പോൾ നല്ല ആഫിയത്തുണ്ടാകാൻ, പകൽ ജോലി ചെയ്യുന്ന സമയത്ത് സഹോദരിമാരെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടായിത്തീരാൻ ഉപകരിക്കുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഹദീസാണ്, ഞാൻ വെറുതെ പറയല്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ യുദ്ധത്തിൽ നിന്ന് യുദ്ധാനന്തര മുതലുകൾക്കൊപ്പം ഏതാനും ചില യോദ്ധാക്കളാകുന്ന ആളുകളെ ചെറുപിടിക്കപ്പെട്ടു, അവരെ കൊണ്ടുവരപ്പെട്ടു എന്നറിഞ്ഞു. ശത്രുക്കളായ ആളുകളാണ്. അവരെ കൊണ്ടുവന്നു. എന്നാൽ അവരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ നമ്മുടേതാകുന്ന ജോലിക്ക് കിട്ടുമോ, അടുക്കളയിലേക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ വീട്ടിലേക്ക് ചെന്നു. കാരണം ജോലി ചെയ്ത് കൈക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പൊട്ടലുണ്ട്, പ്രയാസമുണ്ട്. മാവ് അരയ്ക്കാനെങ്കിലും ഒരാളെ കിട്ടിയാൽ സഹായകമാകും. ഒരാളെ കിട്ടിയാൽ കുറച്ചു നേരത്തെ പണിയേ ഉള്ളൂ, ഒന്ന് വലിയ ഗുണമാകും. ആരോഗ്യപരമായി ക്ഷീണമുണ്ട്. അങ്ങനെ മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ വീട്ടിൽ ചെന്നപ്പോൾ നബിതങ്ങൾ അവിടെയില്ല. ഐഷ ബീവി റളിയല്ലാഹു അൻഹയോട് കാര്യം പറഞ്ഞു. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ, ഉപ്പ വരുമ്പോൾ ഞാൻ പറയാം മോളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പോയി. പ്രവാചകർ ഇശാ നമസ്കരിച്ച് വീട്ടിലെത്തിയപ്പോൾ കാര്യം പറഞ്ഞു. വേഗം തന്നെ മകൾ വന്നിട്ടുണ്ടായിരുന്നു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ കൈ ചെറിയ പൊട്ടലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ആസുകല്ലിൽ ഇങ്ങനെ അരച്ച് മാവിട്ടരയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണമായിട്ടാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ആരെങ്കിലും ഒരാളെ ജോലിക്ക് അവിടെ നിർത്തിക്കൊടുത്താൽ സഹായകമാകുമെന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നബിതങ്ങൾ വീട്ടിലേക്ക് വന്നിരുന്ന് ഉത്തരീയം മാറ്റിയതേയുള്ളൂ. പെട്ടെന്ന് തന്നെ ആ ഉത്തരീയം വീണ്ടും വിട്ട് വീട്ടിൽ നിന്ന് സലാം പറഞ്ഞ് നേരെ ഇറങ്ങി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക്. മകളോട് അത്രമേൽ ഇഷ്ടമായിരുന്നു. ഫാത്തിമ ബദഅത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ. വീട്ടിൽ ചെന്ന് വാതിക്കൽ മുട്ടി. അലി റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു. മരുമകനാകുന്ന അലി ഒരു സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പടക്കപ്പെട്ടു. അകത്തേക്ക് ആനയിക്കുകയാണ്. എവിടെ മകൾ ഫാത്തിമ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ അതാ പുതപ്പിൻ കീഴിലുണ്ട്. നബി തങ്ങൾ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും എല്ലാവരെയും ചേർത്തിരുത്തി. തൻ്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ കയ്യിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. വാപ്പ മകളോട് പറയാൻ, നിന്റെ എല്ലാ പ്രയാസങ്ങളും മാറും. ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉപയുക്തമാകുന്ന ഒരു അമൽ നിന്റെ വാപ്പ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പറയൂ പ്രവാചകരെ, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നബി തങ്ങൾ പറഞ്ഞു, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വിരിപ്പൊക്കെ തട്ടിക്കുടഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് അതിനു വേണ്ടി നീ തയ്യാറാകുമ്പോൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലണം. 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് മൊഴിയണം. 33 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലണം. എന്നിട്ടേ വിശ്രമിക്കാൻ തുനിയാവൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റെല്ലാ ദിക്റുകളും ഉറങ്ങാൻ നേരത്തുള്ളതാകുന്ന ദിക്റുകളൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇതുകൂടി മകളൊന്ന് ശ്രദ്ധിക്കണം. എന്നാൽ നിനക്ക് ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ ഉപയുക്തമാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ, ബഹുമാനപ്പെട്ടതാകുന്ന ഉലമാക്കൾ പഠിപ്പിക്കുന്നു, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അടക്കം അവൻ്റെ പകലിലുള്ള ജോലികൾ എളുപ്പമാകുവാനും ക്ഷീണമില്ലാതെ നല്ല ആരോഗ്യത്തോടുകൂടി അമലുകൾ ചെയ്യാനും ഉപകരിക്കും ഈ ദിക്ർ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിക്കടന്നാൽ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ടാണല്ലോ ഒരാളെ ജോലിക്ക് വേണം, വീട്ടുജോലിക്ക് ജോലിക്കാരിയെ വേണമെന്ന് പറഞ്ഞ് ആവശ്യമുന്നയിച്ച പ്രവാചകന്റെ ചാരത്ത് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത് ദിക്റാൻ, ജോലിക്കാരിയല്ല. ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. എപ്പോ? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. ഇതുകൊണ്ടൊക്കെ ഇനി വലിയ റാഹത്തുണ്ടാവുമോ?
ഇത് കൊള്ളാവല്ലോ, ജോലിക്കാരെ അങ്ങനെയാണ്, പിന്നെ എവിടെയും വേണ്ട, ഇത് ചൊല്ലിക്കൊണ്ട് നടന്നാൽ മതിയല്ലോ. ഈമാൻ വേണം, ഒന്നാമതായി വിശ്വാസം വേണം. നമ്മളൊന്ന് ചെയ്തു നോക്ക്. നബി തങ്ങൾ പറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഒന്ന് ചെയ്യാൻ തയ്യാറാകുക. ഇന്ന് മുതൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇതാ അറത്ത മൽജഅക്, നീ കടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, അങ്ങനെയാണ് പ്രവാചകന്റെ അധ്യാപനം. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പുകൾ തട്ടിക്കുടഞ്ഞ് അതിനുവേണ്ടി തയ്യാറാകുമ്പോഴേ നിനക്ക് തുടങ്ങാം ഈ ദിക്ർ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒന്ന് ചൊല്ലി ഒന്ന് പരിശ്രമിച്ചു നോക്ക്. ക്ഷീണം മാറും, എല്ലാം മാറും. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്ത്രീകൾക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടും. പലപ്പോഴും ഷുഗർ, പ്രഷർ അസുഖങ്ങൾ കാരണം ഇങ്ങനെ കൂനി നിൽക്കണം, അതൊക്കെ മാറും. എല്ലാ ദിവസവും ഇതൊന്ന് ചെയ്തു നോക്കാം. എല്ലാ ദിവസവും ചെയ്യണം ഉറങ്ങുന്നതിന് മുമ്പ്. അധിക സമയം വേണ്ടല്ലോ, ഒരു 2 മിനിറ്റ് പോലും വേണ്ട, അതിനു മുമ്പ് സംഭവം കഴിയും. വിരൽ കൊണ്ട് എണ്ണം പിടിക്കുക, അല്ലെ തസ്ബീഹ് കൊണ്ട് എണ്ണം പിടിച്ചാൽ വേഗം റാഹത്തായി കഴിയും. ഹദീസാണിത്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഒക്കെ സ്വഹാബത്തിന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. വലിയ വലിയ സ്വഹാബികൾക്ക് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് സാദിഖകളാകുന്ന സഹാബത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, ദഹബ അഹ്ലുദ്ദുസൂരി ബിൽ അംവാൽ ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. പണക്കാരായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലേ അവരുടെ സമ്പത്ത് കാരണമായിട്ട് സമ്പത്ത് ദീനിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുകയും ഉംറ ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കതൊന്നും കഴിഞ്ഞിട്ടില്ല ഹബീബേ. അവരെല്ലാം നിസ്കരിക്കുന്നുണ്ട്, യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ റമളാൻ മാസങ്ങളിൽ അവരും നോമ്പ് നോൽക്കുന്നുണ്ട്. എന്നാൽ വലഹും ഫളലും ബിൽ അംവാൽ, സമ്പത്തുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ചില കാര്യങ്ങൾ അവർക്ക് ഉന്നതിയുണ്ട്, അവർക്ക് പദവി കൂടിയിട്ടുണ്ട്. അവർ യഹജ്ജൂന വയഅ്തമിറൂന വയതസദ്ദഖൂൻ, സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോകാൻ സാധിക്കുന്നുണ്ട്. സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അവർക്ക് സദഖ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സമ്പത്തുള്ളത് കൊണ്ട് ഉംറ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. റസൂലേ, സാധുക്കളായ ഞങ്ങൾക്ക് നിസ്കാരം പോലെ സകാത്ത്, നിസ്കാരം പോലെ നോമ്പ് പോലെ അവരോടൊപ്പം പറ്റുമെങ്കിലും ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് അവരോടൊപ്പം എത്തിപ്പെടാൻ പറ്റുന്നില്ല റസൂലേ. ഞങ്ങളെക്കാൾ അതുകൊണ്ട് അമലുകളിൽ പദവി ഉയർന്നവർ അവരായി പോയി ഹബീബേ. സങ്കടമാണ്, സങ്കടമാണ്. ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം. കാരണം ഹജ്ജും ഉംറയും സദഖയൊക്കെ ചെയ്ത് പണക്കാരായ ആളുകൾ ഞങ്ങളെക്കാൾ ഉയർച്ചയിലേക്ക് അവർ പോയി. ഞങ്ങൾക്കൊരു ഹജ്ജും പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഉംറ ചെയ്യാനും പറ്റുന്നില്ല. സാധുക്കളെ സദഖ ചെയ്ത് സഹായിക്കണമെങ്കിൽ പൈസ കൈ വേണം, കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. നിസ്കാരമൊക്കെ ഓക്കെ, അവർ നിസ്കരിക്കുന്ന പോലെ ഞങ്ങൾ നിസ്കരിക്കും, ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ തന്നെയാണ് അവരും. നോമ്പും കറക്റ്റാണ്, സുന്നത്ത് നോമ്പും ഫർളായ നോമ്പും ഒക്കെ ഞങ്ങൾക്ക് പറ്റും. പക്ഷെ പൈസയുടെ വിഷയത്തിൽ അവർക്കാണ് കൂടുതലുള്ളത് കൊണ്ട് അവരിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യുക. ഹജ്ജ്, ഉംറ, എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നു, ഉംറയ്ക്ക് പോകുന്നവരുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതുപോലെ തന്നെ സദഖ ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല, ആകെ സങ്കടം. അപ്പം നബി തങ്ങൾ അവരോട് പറയാണ്, സ്വഹാബത്താന്ന് ഓർക്കണം, അലാ ഉഹദ്ദിസുകും ബിഅമാലിൻ, ഞാൻ നിങ്ങൾക്ക് ചില അമലുകൾ പറഞ്ഞു തരട്ടെ. ഇൻ അഖദതും അദ്റക്തും മൻ സബഖകും, ഞാൻ ഈ പറയുന്ന വിഷയം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങളെക്കാൾ മുൻകടന്നതായ ആളുകൾക്ക് മുന്നിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും. മുടങ്ങാതെ പിടിക്കണേ. എല്ലാ നമസ്കാരത്തിന് ശേഷം, ഫർദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലയും 33 പ്രാവശ്യം അൽഹംദുലില്ലയും 33 പ്രാവശ്യം അല്ലാഹു അക്ബറും ചൊല്ലണേ. അവരെക്കാൾ മുൻകടക്കാൻ പറ്റുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നോക്കൂ, നിങ്ങൾ നബിതങ്ങൾ കൊടുത്ത മറുപടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഹജ്ജും ഉംറയും സദഖയൊക്കെ ചെയ്യുന്നതായ ആളുകൾ സഹാബത്തുണ്ട്.
അവരെക്കാളും മുൻപന്തിയിലേക്ക് സാധുക്കളായ സമ്പത്തില്ലാത്ത ആളുകളെ നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ന ഹാജിയാർ ഇന്ന പള്ളിക്ക് 5 ലക്ഷം കൊടുത്തു എന്ന് കേൾക്കുമ്പോൾ വിഷമിക്കുന്ന മോമിൻ, കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റാത്തത്, നീ വിഷമിക്കണ്ട. നീ എന്ത് ചെയ്താൽ മതി, ആ കൂലി കിട്ടാൻ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ചൊല്ലിയാൽ നിനക്ക് അല്ലാഹു ആ കൂലി നിന്റെ അക്കൗണ്ടിലേക്ക് എഴുതും. നിനക്ക് വലിയ സൗഭാഗ്യം വേണോ? നിന്നോട് വന്ന ഹജ്ജിന് യാത്ര ചോദിക്കുകയാണ് ഹാജിയാർ, നിന്റെ അയൽവാസിയാണ്, ഞാൻ അൽഹംദുലില്ലാഹ് ഹജ്ജിന് പോവാൻ. ഹാജിയാർ എത്രാമത്തെ ഹജ്ജാ? അൽഹംദുലില്ലാഹ് 5ാമത്തെ ഹജ്ജാണ് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് ദുആ ഇറക്കണം പ്രത്യേകം. നമ്മുടെ ചങ്ക് പൊടിയാണ്, ഒരു വട്ടം പോലും കാബയുടെ മുന്നിൽ പോകാൻ പറ്റിയില്ല. വിഷമിക്കണ്ട, നിസ്കാരത്തിന് ശേഷം നീ മുറുകെ പിടിച്ചോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇത് പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആരോടാ പറഞ്ഞത്? ഇത് ഏതെങ്കിലും വാറോലല്ലേ, ഹദീസാണ്. സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ നബി തങ്ങൾ പറഞ്ഞു, ഇൻ അഖദതും അദ്റക്തും മൻ സബഖകും, നിങ്ങളെക്കാൾ മുൻകടന്ന ആളുകൾക്ക് മുന്നിലൂടെ സഞ്ചരിക്കാൻ ഉപകരിക്കുന്ന ദിക്റാണ് ഇത് മുറുകെ പിടിക്കണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ? സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സുന്നത്തുകളൊന്നും എടുക്കുന്നില്ല. നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങി ഓടുകയാണ്. ഇന്ന് മിക്ക പള്ളികളിലും തന്നെ അവസ്ഥ. സുന്നത്തെ ജമാഅത്തിന്റെ പള്ളിയാണ്, നിസ്കാരം കഴിയുമ്പോഴത്തേക്കും കളവന്മാരുടെ പല്ല് പോലെയാണ്. ആചാര്യന് മുന്നിൽ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി പോവുക, ഇമാമിൻ്റെ മടിയിൽ കൂടെ ചവിട്ടിക്കൊണ്ടു. ആളുള്ള ഹയവാൻ പോക്ക് കണ്ടു കഴിഞ്ഞവർക്ക് ഇവനാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി, ചാടി ഇറങ്ങി ഓടുക, വലിയ തിരക്കുള്ളത് പോലെ ഓടുകയാണ്. എങ്ങോട്ട് പോവാൻ? റോഡിൽ പോയി ഇരിക്കാൻ, വെളിയിലെറിഞ്ഞിട്ട് കഥ പറയാൻ പോവാൻ. അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് ദിക്ർ ഔറാദ് ഓതി ദുആ ചെയ്യാൻ തയ്യാറാകണ്ടേ? എത്ര സമയം എടുക്കാം ഇത്? 5 മിനിറ്റ് മാക്സിമം പോയാ ദുആ ഉൾപ്പെടെ. അതിന് നമുക്ക് സമയമില്ല. എന്നാൽ പേരോ സുന്നി സുസുന്നി, 110 സുന്നിയാണ്. എന്തെങ്കിലും വിഷയം ഉണ്ടായ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയ ഇവനേക്കാൾ വലിയൊന്നുമില്ല. ഒറ്റ ദിവസം ഈ ദിക്റിനിരിക്കില്ല. പിന്നെന്തോ സുന്നി? നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്ക്, ഈ ദിക്റിന്റെ മഹത്വം അറിയാൻ. സ്വഹാബത്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ർ പറഞ്ഞു കൊടുത്തത്. നമ്മൾ ഖത്തീബ് ഉസ്താദിനോടൊക്കെ വന്ന് ചോദിക്കുക, ഉസ്താദ് എനിക്കൊരു ദിക്ർ ഇജാസത്ത് തരണം. ഉസ്താദ് പറയാ സുബ്ഹാനല്ലാഹ് 33 നമസ്കാരം കഴിഞ്ഞ് എല്ലാം പറഞ്ഞാൽ നമ്മൾ ചെല്ലുമോ? നമ്മൾ ഇങ്ങേർക്ക് ഇപ്പോൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? നമുക്ക് മറ്റേ കുത്തുബിയത്തിനാന്ന് പറയുന്ന പോലെ കഷ്കഷ് ലയൂഷ് പോലെയുള്ള വാക്കുകൾ കിട്ടണം, എന്നാ കൊള്ളാം. റാഹത്ത്, നല്ല റാഹത്ത്. നമുക്കങ്ങനെ കടുകെട്ടിയുള്ള സാധനം കിട്ടിയാൽ അത് കൊള്ളാം ഉസ്താദെ. കഷ്കഷ് ലയൂഷ് കഷ്കഷ് ലയൂഷ് കഷ്കഷ് ലയൂഷ് അത് വേണം ചൊല്ലിക്കോളാം. മലായിക്കത്തുകളുടേതാകുന്ന പേരുകളാണ്, മഹത്തുക്കളുടെ പേരുകൾ. അത്തരത്തിലുള്ളതാകുന്ന നമുക്ക് പരിചിതമല്ലാത്ത വാക്കുകൾ കൂട്ടിച്ചേർത്തിയിട്ടുള്ള കട്ടിയുള്ള വാക്കുകളുള്ള പദങ്ങൾ കൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതാ പറഞ്ഞത്, ഈ പറയുന്നതാകുന്ന സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറിൻ്റെയും മഹത്വം ഈ ഉമ്മത്ത് അറിയുന്നില്ല. ഇതൊക്കെ ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കി വെച്ച ദിക്റല്ല. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത ദിക്റാണ്. ഹജ്ജിന് ഉംറയ്ക്ക് പോകാൻ സാധിക്കാത്ത സമ്പത്തില്ലാത്ത സാധുക്കളായ ആളുകൾ സദക്ക കൊണ്ട് മറ്റുള്ളതാകുന്ന സ്വഹാബത്ത് പണക്കാർ മുൻകടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും അവരോടൊപ്പം എത്താനുള്ള ഒരു അമല് പഠിപ്പിച്ചു തരണേ എന്ന് പ്രവാചകരുടെ മുന്നിൽ വന്നുകൊണ്ട് വിഷമവും ദുഃഖവും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് എന്ത്? നീ ഈ ദിക്ർ ചൊല്ലിക്കോ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. മുറുകെ പിടിക്കൂല ഇൻഷാ അല്ലാഹ്, ഉറക്കെ പറയും. എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും ഇതൊക്കെ ചെല്ലിയിട്ട് എഴുന്നേറ്റാൽ മതി. എങ്ങോട്ടായി ധൃതി? രാത്രി ഉറങ്ങുന്നതിന് മുമ്പൊന്ന് ചെല്ലിയാൽ നല്ല ക്ഷീണമില്ലാതെ നല്ല റാഹത്തായിട്ട് നമുക്ക് അമലുകൾ ചെയ്യാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സമൃദ്ധ്യലബ്ധിക്കെന്ത് വേണം സാഹിബി, വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്രിബി. സാമർഥ്യലബ്ധി, ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ, നിസ്കരിക്കാൻ. മക്കൾക്കൊക്കെ മടിയ ഉസ്താദ്, മക്കളൊന്നും ഒരൊറ്റ ഒരുത്തം നിസ്കരിക്കുന്നില്ല. ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിൽ രാവിലെ സുന്നി മഹലിൽ ഉംറയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള പരിഭവം രക്ഷകർത്താക്കൾക്കുള്ളതിൽ 95% പറയുന്നതാ, മക്കളൊന്നും ഒരൊറ്റ ഒരുത്തം നിസ്കരിക്കുന്നില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ അർറഹ്മാൻ ഓതി ഓതി കുഴഞ്ഞു, മകന് കല്യാണ ആലോചന വരുന്നില്ല. ഉസ്താദ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് അർറഹ്മാൻ ഓതാൻ. എന്ന് വെച്ചാൽ ആരാ ഓതുന്നത്? അവർ ഞാനോ ഓതുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കെന്നാൽ 2ാം കെട്ട് റെഡിയാവും. മകനല്ലേ, ആ ഹൈവാനോട് ഓതാൻ പറ.
അവ ഓതൂല നിസ്കരിക്കൂല ഉസ്താദേ. ഞാൻ പറഞ്ഞാൽ പിന്നെ പെണ്ണ് കെട്ടണ്ട, ഇങ്ങനെ നടക്കട്ടെ, കുറച്ചാൾ കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നോളൂ, വല്ല ഓതം ഉണ്ടോ എന്ന് ചോദിച്ചോളൂ. ഉമ്മമാരും ഉപ്പമാരും ഇരുന്നിട്ട് അർറഹ്മാൻ 100 വട്ടം ഓതുകയാണ്. ഇവൻ വല്ല കാര്യമുണ്ട്? ഇവൻ പള്ളിയിലും കയറുന്നില്ല, ഓതലും ഇല്ല, നിസ്കാരവും ഇല്ല. മക്കൾക്ക് വേണ്ടി ഉമ്മ കടന്ന് ദിക്റില്ല, യാഹ്വല ചെല്ലുന്നു, തലകുത്തി മറിയുന്നു, നിസ്കരിക്കുന്നു, മകന് വേണ്ടി കടന്ന് കുത്തുബിയത്ത് നിറച്ചാക്കുന്നു, റാത്തി ഓതുന്നു, മൗലൂദ് ഓതുന്നു. ഇവനോ കഞ്ചാവൊക്കെ അടിച്ച് റോഡിൽ കൂടെ നടക്കുക. അല്ല റാഹത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവൻ സ്വയമായിട്ട് 5 വക്കത്ത് പള്ളി കയറി നിസ്കരിക്കട്ടെ, എന്നിട്ട് അർ-റഹ്മാൻ സൂറത്ത് പതിവാക്കട്ടെ. നല്ല ഹൈറായ ഇണയെ അള്ളാഹു കൊണ്ടുതരും. മകൾക്ക് ഹൈറായ ഇണയെ തുണ വേണമെങ്കിൽ അവൾ 5 വക്കത്ത് നിസ്കാരമുള്ളവരാകട്ടെ, ദിക്റിലും ഔറാദിലും ശ്രദ്ധിക്കട്ടെ, കുടുംബത്തെ നല്ലതുപോലെ മാനിക്കട്ടെ, മാതാപിതാക്കൾക്ക് നല്ലതുപോലെ ഗുണം ചെയ്തുകൊണ്ട് വീടിൻ്റെ അകത്തലങ്ങളിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം വരട്ടെ. ഈ ബന്ധം ഇല്ലാതിരുന്ന പ്രശ്നം. അതുകൊണ്ട് അതിനൊക്കെ ഉണ്ടാവാൻ നിസ്കരിക്കാൻ ഒരു ചുണ, അതിനൊരു ചുണ വേണമല്ലോ, ഒരു ഉന്മേഷം. ദിക്ർ ചെല്ലാൻ ഉന്മേഷം. മഗ്‌രിബിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് നേരത്തെ ഒതുവെടുത്ത് ദിക്ർ ചെല്ലുന്ന എത്ര മക്കൾ നമുക്കുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഇപ്പോഴെങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കും. തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജലീലൂടെ പഠിപ്പിക്കുന്നു, വശംസി വളുഹാഹ എന്നുള്ള സൂറത്ത് എല്ലാ ദിവസവും മഗ്‌രിബിന് തൊട്ട് മുമ്പ് പതിവാക്കണം. ഖുബൈൽ എന്ന് പറഞ്ഞാൽ മഗ്‌രിബിന് തൊട്ട് മുമ്പ് എന്നുള്ള സമയമാണ്. അപ്പോൾ 1 മിനിറ്റ് മുമ്പ് തന്നെ ദുആകളൊക്കെ നിർത്തിയിട്ട് 1 മിനിറ്റ് മുമ്പ് ഏത് സൂറത്ത് ഓതണം? വശംസി വളുഹാഹ എന്നുള്ള സൂറത്ത് ഓതിയാൽ നല്ല സാമർഥ്യം, ഇബാദത്തുകൾക്ക് നല്ല കർമ്മോത്സുകത, ഇബാദത്തുകൾക്ക് നല്ല ഉന്മേഷം തീർച്ചയായും ലഭിക്കും. നിസ്കരിക്കാനും ഇബാദത്തിനൊക്കെ അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. പ്രായമുള്ള ആളുകളും ചെയ്യണം, അതുപോലെ ചെറുപ്പക്കാരായ ആളുകൾ സഹോദരിമാരും ഒക്കെ ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. ഈ സൂറത്ത് പതിവാക്കിയാൽ സമർത്ഥ്യലബ്ധിക്കെന്ത് വേണം സാഹിബി? വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്രിബി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുടങ്ങാതെ ഓതേണ്ട ഒരു സൂക്തമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതൊക്കെ അമലിനുള്ളതാണ്. ഈ പറഞ്ഞത് വന്നതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണേ. ചെയ്താൽ ഗുണങ്ങൾ കിട്ടും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം വേണം. അതുപോലെ രാത്രികൾ ഉറങ്ങുന്നതിന് മുമ്പും വേണം. അതിന് സമയം കണ്ടെത്തണം. കിടക്ക വിരിക്കുന്നതിന് മുമ്പായി തന്നെ അത് ചെയ്തു വെക്കണം. എല്ലാ ദിവസവും മഗ്‌രിബിന് തൊട്ട് മുമ്പ് സൂറത്തു ശംസ് ഓതണം. നമ്മളൊരു വഅലിൻ്റെ മജ്‌ലിസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും കിട്ടണം. അതിലാണ് കാര്യം. അല്ലാതെ നമ്മൾ കുറേ ഒച്ചപ്പാടുണ്ടാക്കി കാര്യം കൊണ്ട് സദസ്സ് കൊണ്ട് വിജയിക്കണ്ടേ? ഇതൊക്കെ അമല് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സമയങ്ങളും ഇനി കുറവാണ്. വയസ്സിപ്പോൾ 70 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 50 എത്തി, 45 പിന്നിട്ടു, 30ലേക്ക് കാലൂന്നിയവർ, 25ലേക്ക് എത്തിയവർ ഒക്കെ ആളുകളുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ മരിക്കാം. അള്ളാഹു നല്ല മരണം സാധ്യമാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പഠിച്ചു വെക്കണേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകൾ ഹയാത്താക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കൽ നിർബന്ധമാണ്.
പ്രവാചകരുടെ തിരുസുന്നത്തുകളൊക്കെ നമ്മുടെ മക്കൾക്ക് കൊണ്ടുവരണം. നല്ല ശീലങ്ങൾ നമ്മുടെ മക്കൾക്ക് നടപ്പിൽ വരുത്തണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്നസ് ബിൻ ശരീക്ക് എന്ന് പറയുന്നതായ മുനാഫിഖിന്റെ കപടവിശ്വാസിയുടെ ചരിത്രം പറയുകയാണ്. وَمِنَ النَّاسِ مَن يُعْجِبُكَ قَوْلُهُ فِي الْحَيَاةِ الدُّنْيَا وَيَشْهِدُ اللَّهَ عَلَى مَا فِي قَلْبِهِ وَهُوَ أَلَدُّ الْخِصَامِ وَإِذَا تَوَلَّى سَعَى فِي الْأَرْضِ لِيُفْسِدَ فِيهَا وَيُهْلِكَ الْحَرْثَ وَالنَّسْلَ وَاللَّهُ لَا يُحِبُّ الْفَسَادَ وَإِذَا قِيلَ لَهُ اتَّقِ اللَّهَ وَإِذَا قِيلَ لَهُ اتَّقِ اللَّهَ أَخَذَتْهُ الْعِزَّةُ بِالْإِثْمِ فَحَسْبُهُ جَهَنَّمُ وَلَبِئْسَ الْمِهَادُ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തടുത്ത ആയത്തിലൂടെയായി രണ്ടുപേരുടെ ചരിതം ലോകരെ പഠിപ്പിക്കുകയാണ്. ഒന്ന് ഏറ്റവും വലിയ കപടവിശ്വാസിയാണ്, രണ്ടാമത്തത് ഏറ്റവും ഉന്നതനായ മുഅ്മിനാണ്, സ്വഹാബിയാണ്. ഒന്നാമത്തെ ചരിത്രം അല്ലാഹു പറയുന്നത് അഖ്നസ് ബിൻ ശരീക്കിന്റെ വിഷയത്തിലാണ്. وَمِنَ النَّاسِ مَن يُعْجِبُكَ قَوْلُهُ فِي الْحَيَاةِ الدُّنْيَا. മനുഷ്യരിൽ ചില ആളുകളുണ്ട് അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി ഉത്ബോധനം നടത്തുകയാണ്. യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയാ. ദുന്യവിയായ ജീവിതത്തിന്റെ കാര്യങ്ങളിൽ ജനങ്ങളെ പറഞ്ഞ് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന വർത്തമാനമാണ്. നാവിട്ടുകൊണ്ട് അടിക്കുകയാണ്. വലിയ ഭാഷാശുദ്ധിയുള്ള ആളായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വയഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബി. അവൻ്റെ ഹൃദയത്തിലുള്ളതാകുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനെ കൊണ്ട് തന്നെ സത്യം ചെയ്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അവൻ വിളിച്ചു പറയും. വഹുവ അലദ്ദുൽ ഖിസാം. അവൻ ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്യുന്നവനാണ്, ഏറ്റവും വലിയ തെമ്മാടിയാണ്, മോശപ്പെട്ടവനാണ്. അവൻ ഏറ്റവും വലിയ തർക്കക്കാരനാണ്, വലിയ പ്രയാസമുണ്ടാക്കുന്നവനാണ്. അള്ളാഹ് പറയാണ്. നമ്മുടെ ദുനിയാവിലുണ്ട് അങ്ങനെ. നാവ് കൊണ്ടിങ്ങനെ കളവ് പറഞ്ഞിട്ട് ആളുകൾക്ക് മുന്നിൽ അഭിമാനിക്കുന്നതായ ആളുകൾ. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുനിയാവിൻ്റെ വിഷയത്തിലൊക്കെ ഗീർവാണം മുഴക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് വർത്തമാനം പറയുന്ന ആളുകൾ എന്നുമുണ്ടാകും. അങ്ങനെ മുമ്പുണ്ടായ ഒരു വ്യക്തിയെ കുറിച്ച് ഖുർആൻ പറയുന്നു, അഖ്നസ് ബിൻ ശരീഖ് എന്നാണ് അവൻ്റെ പേര്. അവനെപ്പോലെ നിങ്ങൾ ആവരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. എനിക്ക് കുറേ ഇതുണ്ട്, സ്വത്തുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. കേട്ടിട്ടില്ലേ ചില ആളുകൾ പള്ളി വന്നിരുന്നാൽ നിസ്കാരം കഴിഞ്ഞ് ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് കഥ പറച്ചിലാണ്. ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് കുതിര ഉണ്ടായിരുന്നു, എന്നെ ഒട്ടക്ക ഹാജി എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യമായി കാസർഗോഡ് ഒട്ടകം കൊണ്ടുവന്ന് അർത്ഥത് ഞാനാണ്. ഉദാഹരണം പറയാം, ഇങ്ങനെ കഥ അടിച്ചുകൊണ്ടിരിക്കും. വിടലോടെ വിടൽ, തള്ളലോടെ തള്ളൽ. ഇങ്ങനെ ദുനിയാവിൻ്റെ വിഷയത്തിൽ സത്യം ചെയ്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് ജനങ്ങൾക്ക് മുന്നിലിടും. വഹുവ അലദ്ദുൽ ഖിസാം. അള്ളാഹ് പറയുന്നു അവനെ വിശ്വസിക്കരുത്. അവൻ അങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നതായ ആളാണ്. അവൻ്റെ പ്രവർത്തനം എന്താ, ശൈലി എന്താ? പള്ളിയിൽ വന്നിട്ട് പറയും ഞാൻ അങ്ങനെയാണ്, ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക, ഞാൻ പള്ളിക്ക് അങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വാഗ്ദാനമൊക്കെ ചെയ്തിട്ട് പോകും. എന്നിട്ടോ അവൻ ജനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പിന്തിരിഞ്ഞാൽ ഭൂമിയിൽ അവൻ പരിശ്രമിക്കുന്നത് പെറ്റുപെരുകുന്ന ജീവികളടക്കം
ഭൂമിയിലുണ്ടാകുന്ന കൃഷികളടക്കം സർവ്വതിനെയും നശിപ്പിക്കുന്ന പ്രവണതയാണ് അവർ ചെയ്യുന്നത്. ഈ സമുദായത്തിന് ദോഷകരമാകുന്ന പ്രവണത അവരിൽ നിന്ന് പരസ്യമായിട്ടുണ്ടാവുകയാണ്. പള്ളിക്ക് വേണ്ടി ഇത് ചെയ്യാം, അത് ചെയ്യാം, നാട്ടുകാരെ സഹായിക്കാം, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവൻ്റെ പ്രവർത്തനമോ നേരെ പള്ളിക്കാർക്ക് എതിരിൽ, ദീനിന് എതിരിൽ ശബ്ദിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ. അവൻ പുറത്തിറങ്ങിയിട്ട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവനാണ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവനാണ്. അള്ളാഹ് പറയുന്നു, സഅഫിൽ അർള് ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർഫ വന്നസ്ൽ. എല്ലാ കൃഷിയെയും പെറ്റുപെരുകുന്ന ജീവികളടക്കം എല്ലാത്തിനെയും നശിപ്പിക്കുന്ന പ്രവണത ചെയ്തുകൊണ്ട് നടക്കുന്നവനാണ്. സമൂഹത്തിൽ ഒരു ഗുണവുമില്ല അവനെ കൊണ്ട്. ചെറുപ്പക്കാരെയൊക്കെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നവൻ, ലഹരിക്കടിമപ്പെടുത്തുന്ന ആളുകൾക്ക് മുന്നിൽ വലിയ നല്ലവനായി ചമഞ്ഞ് പള്ളിയിൽ വന്ന് നിസ്കാരമൊക്കെ കാണിക്കും. പിന്നീട് അവൻ്റെ വെളിയിലുള്ള പ്രവർത്തനമോ ഏറ്റവും നിഷേധിയായ പ്രവർത്തനമാണ്, ഏറ്റവും നിഷിദ്ധമായ പ്രവർത്തനമാണ്. ബക്കറ്റൊന്നും കൊണ്ടുവന്നോളെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സദക്ക ബക്കറ്റൊന്നും ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ. നമുക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ സദക്ക ചെയ്യാൻ അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു വലിയ ഉദ്ദേശം നമ്മുടെ ജമാഅത്തിനുണ്ട്. അത് ഇന്ന് പിരിവിലേക്കും മറ്റൊന്നിലേക്കും പോകാനുമല്ല, മറിച്ച് ഉണർത്തലാണ്. ആ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമ്മുടെ ജമാഅത്തിനൊരു സ്ഥിരമായ വരുമാനം എന്ന നിലയ്ക്ക് നമുക്കുള്ള സ്ഥലത്ത് നല്ല റാഹത്തായിട്ടൊരു 6 ഫ്ലാറ്റ് പണിയണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതിലേക്ക് ഇൻഷാ അല്ലാഹ് 1 സ്ക്വയർ ഫീറ്റിന് 1700 രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. കമ്മിറ്റി ഭാരവാഹികൾ ആ നിലയ്ക്കാണ് ഇൻഷാ അല്ലാഹ് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കമ്മിറ്റിക്കാർ ഇൻഷാ അല്ലാഹ് നിങ്ങളെയൊക്കെ സമീപിക്കും. നിങ്ങളുടെ നിങ്ങളെയൊക്കെ വീടുകളെ സമീപിച്ചു വന്ന് ഈ വിഷയവുമായി നിങ്ങളെ തെര്യപ്പെടുത്തിക്കൊണ്ട് ഉണർത്തുമ്പോൾ കാര്യഗൗരവത്തോടുകൂടിയുള്ള വിഷയമാണെന്ന് കണക്കാക്കി നല്ല ഒരു സഹായം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. കാരണം എല്ലാ മഹല്ലുകളും സ്വന്തമായി തന്നെ നിലനിൽപ്പുകൾ ആഗ്രഹിക്കുകയും അങ്ങനെ നിലനിൽപ്പിലേക്ക് എത്തിപ്പെടുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. പഴയ കാലഘട്ടം പോലെ മാസവരി 150 രൂപ, മാസവരി 50 രൂപ, അതൊക്കെ പോയി. അതൊക്കെ അന്ധകാലഘട്ടമാണ്. ഇനി അതൊക്കെ ചോദിച്ചുകൊണ്ട് വന്നാൽ പുതിയ തലമുറകൾ ഓടിക്കും. കാരണം എന്താ? പുതിയ തലമുറ ദീനില്ലാത്തൊരു തലമുറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദം വളർന്നുകൊണ്ടിരിക്കുന്നു, യുക്തിവാദം വളർന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ ആളുകൾ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലേക്ക് പോകുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്ത് വേണം? മഹല്ലിൻ്റെ സുസ്ഥിരതയ്ക്ക് നമ്മുടെ പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ബാങ്കുകൾ അതങ്ങനെ മുഴങ്ങിക്കേൾക്കാൻ, നമ്മുടേതാകുന്ന മദ്രസകൾ അത് മനോഹരമായ നിലയിൽ അത് നിലനിൽക്കാൻ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും പള്ളി ദറസുകളും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, അതിനുപയുക്തമാകുന്ന നിലയ്ക്കുള്ളതാകുന്ന നല്ല ഒരു ഫീഡ്ബാക്ക് നമുക്ക് സാമ്പത്തികമായിട്ടുണ്ടായില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഫ്ലാറ്റിൻ്റെ വിഷയത്തിൽ ഗൗരവമായി കാണണം. സാധാരണ പള്ളികളിലൊക്കെ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്ക് സ്ഥലമുണ്ട്. ഇനി അവിടെ ഫ്ലാറ്റുകൾ പണിതാൽ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വളരെ മനോഹരമായ നിലയിൽ നടക്കും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ, അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇൽമിൻ്റെ മജ്ലിസിലേക്കുള്ള ചായ വിതരണം മരണപ്പെട്ടുപോയി ഉപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങളുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി സംഭാവന നൽകിയിട്ടുള്ളതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്കൊരു 5 മിനിറ്റ് കൂടി പറയൂടെ. കറക്റ്റ് 11 ആകുമ്പോൾ നിർത്താം. പോരെ? നേരത്തെ നിർത്തണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ സദഖ എല്ലാവരും നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. കാലവിപത്തുകളിൽ നിന്ന് അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെ എല്ലാ വിപത്തുകളിൽ നിന്നും നീ സലാമത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ ആരെല്ലാം ഏതെല്ലാം നിലയ്ക്ക് സംഭാവനകൾ പറഞ്ഞവരുണ്ടോ അവരുടെ സംഭാവനകളെ സ്വീകരിക്കണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ.
അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ മജ്‌ലിസിൽ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ സർവ്വ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നോക്കൂ, നിങ്ങൾ അഖ്നസ് ബിൻ ശരീഖ് എന്ന ഈ മനുഷ്യനെ പറ്റി അല്ലാഹു ഖുർആനിൽ വീണ്ടും പറയുകയാണ്. وَإِذَا قِيلَ لَهُ اتَّقِ اللَّهَ أَخَذَتْهُ الْعِزَّةُ بِالْإِثْمِ فَحَسْبُهُ جَهَنَّمُ وَلَبِئْسَ الْمِهَادُ. അവനോട് പറയപ്പെടുകയാണ്, ഇങ്ങനെ ആളുകൾക്ക് മുന്നിൽ രണ്ട് മുഖഭാഗവുമായി നീ നടക്കല്ലേ. വിശ്വാസികളുടെ മുന്നിൽ വന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന് പറയുകയും ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് വലിയ ആയത്തുകൾ ഓതി സംസാരിക്കുകയും എന്നാൽ പുറത്തിറങ്ങിക്കൊണ്ട് അശ്ലീലത ചുവയുള്ളതാകുന്ന സംസാരങ്ങളും അത്തരത്തിലുള്ള പ്രവണതകളും നടത്തിക്കൊണ്ടുള്ള ഈ മുനാഫിക്കിൻ്റെ പ്രവണത നീ നിർത്തണേ. വഇദാ ഖീല ലഹു തഖില്ലാഹ്, നിന്റെ ഈ അശ്ലീലമാക്കപ്പെട്ട പ്രവണതകൾ, നിന്റെ ഈ സംസാരം, നിന്റെ ഈ ബീഡിവലി, നിന്റെ ഈ ലഹരിയുടെ ഉപയോഗം, ഈ ഹറാമായ തലത്തിലേക്കുള്ള നിന്റെ നോട്ടം, നിന്റെ ഇരുത്തം, നിന്റെ കിടത്തമൊക്കെ നീ ഒന്ന് മാറ്റണേ എന്ന് അവനോട് പറയപ്പെട്ടാൽ അഖദതുൽ ഇസ്സതു ബിൽ ഇസ്മ, അവന് കുറ്റബോധം പിടികൂടുകയല്ല, മറിച്ചൊരു ദുരഭിമാനമാണ് അവനെ പിടികൂടുക. അവനെ ഉപദേശിക്കാൻ ഒരാളും അർഹതയില്ല എന്ന നിലയ്ക്ക് അവൻ വലിയ ഗരിമ നടിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് കാരണമായ ഖുർആൻ പറയുകയാണ്, അവന് നരകമാണ് അവന് എത്തിപ്പെടുന്നത് ഫബിഇസൽ മിഹാദ്, ഏറ്റവും മോശപ്പെട്ടതാകുന്ന അഭയകേന്ദ്രത്തിലേക്കാണ്. മഅവാഹു ജഹന്നം, അവന് കത്തിച്ചുരിക്കുന്ന നരകം അല്ലാഹു സമ്മാനിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ഇന്ന് നടക്കുന്ന തോന്നിവാസങ്ങൾ അധികം അങ്ങനെയാണ്. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഹാജിയാരാണ്, ഞാൻ 5 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ അമലുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, 000. അള്ളാഹു നമ്മളൊക്കെ വടി വർത്താനം ആദ്യം നിർത്ത്, ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ് നടക്കണ്ട. എന്നിട്ടോ ദാ ഒരു മനുഷ്യനെ കണ്ടു പഠിക്ക്. ആരാണത്? അത് പഠിക്കേണ്ട മനുഷ്യൻ തന്നെയാണ്. ഖുർആൻ പറയുന്നു, മഹാനാകുന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കത്തുൽ മുക്കറമയിലേക്ക് വന്ന് പ്രവാചകന്റെ തൃക്കരം പിടിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മക്കയിൽ വന്നുകൊണ്ട് രത്നവ്യാപാരം നടത്തി വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കവേ അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ മുഴുവനും അദ്ദേഹത്തെ വന്നുകൊണ്ട് തടയുകയാണ്. ഒട്ടകപ്പുറത്ത് വന്നുകൊണ്ട് കാബയുടെ പരിസരത്ത് വന്നിട്ട് കാബയോട് സലാം പറഞ്ഞുകൊണ്ട് വിടവാങ്ങലിന് വേണ്ടി വന്ന സമയത്ത് മുശ്രിക്കീങ്ങൾ വന്നുകൊണ്ട് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് പോകാൻ പറ്റില്ല സുഹൈബേ, നീ പോകണമെങ്കിൽ സമ്പത്ത് മുഴുവനും നീ ഇവിടെ നിന്നുണ്ടാക്കിയ സർവ്വസമ്പാദ്യവും ഈ നാട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകൽ നിർബന്ധമാണ്.